Dear all, today we'll be dealing with Introduction to Sustainable Engineering. Introduction to Sustainable Engineering in this particular module, what is being shown is module 3. So module 3 consists of environmental management standards, ISO 14001-2015 framework and benefits, scope and goal of life cycle analysis, that is LCA, circular economy, biomimicking, environment impact assessment, industrial ecology and industrial symbiosis. So this is what we will see in module 3. And today, a part of the module 3 will be seen in this chapter. So first is environmental management standards. Now, what do you understand by environmental management standards? You have to manage the environment with respect to certain standards that are recommended in ISO 14000 സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു എൻവയോൺമെൻറ്റിലെ ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ കുറച്ച് ബേസിക് ആയിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അത് രേഖപ്പെടുത്തിയ ഒരു ഹാൻഡ് ബുക്കോ അല്ലെങ്കിൽ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ് ISO 14000 സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ ലൈഫ് സൈക്കിൾ അനാലിസിസ്. ഈ ലൈഫ് സൈക്കിൾ അനാലിസിസിൻ്റെ സ്കോപ്പും കോഡും ഒക്കെ അറിയണം, അതാണ്. അപ്പോൾ അത് രണ്ടാമത്തെ. പിന്നെ ബയോമിമിക്കിങ് കാണണം. എന്താണ് ബയോമിമിക്കിങ്? ബയോളജിക്കൽ ആസ്പെക്റ്റ് എടുത്തിന് ബയോളജിക്കലായിരുന്ന കാര്യങ്ങളെ മിമിക് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കാണുന്നു. പിന്നെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, EIA പ്രൊസീജിയേഴ്സ്, EIA ഇൻ ഇന്ത്യ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. So we'll go into detail. There is environmental management systems. ഇപ്പോൾ നിങ്ങൾക്കറിയാം എൻവയോൺമെൻറ്റിനെ എന്തൊക്കെ സിസ്റ്റം വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ വി പുട്ട് ഇറ്റ് ആസ് EMS, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് മാനേജ് ചെയ്യാൻ വേണ്ട സിസ്റ്റം. ആദ്യത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ്സ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. പോപ്പുലേഷൻ കൂടുന്ന കാര്യം. റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഇൻഡസ്ട്രീസ് വളരുന്നത് വളരെ പെട്ടെന്ന്. ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പം ഇതെല്ലാം കണക്റ്റഡാണ്. ഈ സിറ്റുവേഷൻ എല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതൊരു അൺസസ്റ്റൈനബിൾ സിറ്റുവേഷനായിട്ട് മാറുന്നു. അതാണല്ലോ ഇപ്പം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പോപ്പുലേഷൻ എല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റാപ്പിഡായിട്ട് ഇൻഡസ്ട്രീസ് എല്ലാം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട്. പോപ്പുലേഷൻ ഗ്രോത്തിനെ മീറ്റ് ചെയ്യാനും മനുഷ്യൻ്റെ വളർച്ചയ്ക്കൊക്കെ ആയിട്ട് ഇൻഡസ്ട്രീസും ഗ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രോ ചെയ്യുമ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ കണക്ക് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന സംഭവം ഒരുപാട് ഡിപ്ലീറ്റ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാച്ചുറൽ റിസോഴ്സസ് റിപ്ലേറ്റ് ആവുന്നത് ഒരു അൺസസ്റ്റൈനബിൾ സിറ്റുവേഷനാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാനാണ് നമുക്ക് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇൻ ഓർഡർ ടു മാനേജ് ദ റിസോഴ്സസ് ദാറ്റ് ഓക്കർ നാച്ചുറലി ഡ്യൂ ടു proliferation ഓഫ് പോപ്പുലേഷൻ ആൻഡ് റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ദാറ്റ് റിസൾട്ട്സ് in depletion of natural resources is known as environmental management, a system that manages everything together. ഇതാണ് ഉദ്ദേശിക്കുന്നത്. It came as a response to the increasing seriousness of human impact on our environment. അപ്പോൾ എൻവയോൺമെൻറ്റൽ മാനേജ് സിസ്റ്റം ഇറക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ഇമ്പാക്റ്റിൻ്റെ സീരിയസ്നെസ് എന്തിൻ്റെ പുറത്തുള്ള എൻവയോൺമെൻറ്റ് പുറത്തുള്ള, അങ്ങനെയാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം നിലവിൽ വന്നത്. ഈ ഇമ്പാക്ട്സ് കൺട്രോൾ ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്. അപ്പോൾ ഈ ഇമ്പാക്ട്സ്
നമുക്ക് കൺട്രോൾ ചെയ്യണമല്ലോ. എന്തായാലും നമുക്ക് ഇവിടെ കുറേ ഇമ്പാക്ട്സുകളും കാര്യങ്ങളും വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഈ എൻവയോൺമെൻറ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന ഒരു അപ്രോച്ച് വേണമല്ലോ. അതാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ EMS എന്ന് പറയുന്നത് ഒരു ടൂളാണ് ദാറ്റ് enables an organization to control impact of its activities, products or services on the natural environment. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്കിവിടെ ഒരുപാട് ഇൻഡസ്ട്രീസും ഓർഗനൈസേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനെയും പറഞ്ഞ് EMS വേണം. എന്താണ് EMS? എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ അതൊരു ടൂളാണ്. അത് എന്തിനുള്ള ടൂളാണ്? ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ്, എൻവയോൺമെൻറ്റിന് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളും അതെല്ലാം കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ആ ഓർഗനൈസേഷനിൽ തന്നെ നിലനിർത്തുന്നതിന് ആണ് EMS ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് രേഖപ്പെടുത്തിയതാണ് ഈ പറഞ്ഞ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സിൽ ISO 14000 സീരീസ്. ഇനി ഇവിടെ സംഭവിക്കുന്നത്, ഇറ്റ് സെർവ്സ് ആസ് എ ടൂൾ ടു പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് മാനേജിങ് ആൻ ഓർഗനൈസേഷൻസ് എൻവയോൺമെൻറ്റൽ അഫയേഴ്സ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റലായിരിക്കുന്ന അഫെയറുകൾ അല്ല എൻവയോൺമെൻറ്റലായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് നമ്മളൊരു ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ടൂള് എന്ന് പറയുന്നത് ഇതാണ്, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇനി ഇവിടെ ഇറ്റ് ഫോക്കസസ് ഓൺ കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂസ് ആയിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. എഗെയിൻ ഇറ്റ് റെസ്ട്രിക്ട്സ് ആൻഡ് റെഗുലേറ്റ്സ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നിങ്ങൾക്കറിയാം, നാച്ചുറലി ഒക്കെ അറിയുന്ന റിസോഴ്സസ് ഒരുപാടുണ്ട്. അങ്ങനെ ഒക്കെ അറിയുന്ന നാച്ചുറൽ റിസോഴ്സസിനെ റെഗുലേറ്റ് ചെയ്യാനും റെസ്ട്രിക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. എന്താണ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഉപയോഗം എന്താ പറയുക, ഒന്ന് നീറ്റാക്കാൻ, അതിങ്ങനെ റെഗുലറൈസ് ചെയ്ത് പോകാൻ, റെഗുലേറ്റ് ചെയ്യാൻ, ഒരുപാട് ഓവറാവാതിരിക്കാൻ, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാച്ചുറൽ റിസോഴ്സ് എല്ലാം കൂടെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. ഭാവി തലമുറയ്ക്ക് എന്തെങ്കിലും മിച്ചം വേണ്ടേ? അല്ലെങ്കിൽ ഈ നാച്ചുറൽ റിസോഴ്സസ് ദർ ഇസ് എ റേറ്റ് ഓഫ് or a time period for formation of natural resources. ഒരു നാച്ചുറൽ റിസോഴ്സ് ഉണ്ടാവാനായിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ അത് ഉപയോഗിക്കുന്ന പീരീഡും ഉണ്ടാവുന്ന പീരീഡും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് കൺസപ്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ, ഞാൻ പറയുന്ന സാധനമല്ലോ, നമ്മളൊരു സാധനം കൺസ്യൂം ചെയ്യുന്നതിൻ്റെ റേറ്റും അത് ഉണ്ടാവുന്ന റേറ്റും തമ്മിലുള്ള അന്തരം കൂടുതലാണെങ്കിൽ ഇത് ഡിപ്ലീറ്റ് ആയി പോകും. അതാണല്ലോ നാച്ചുറൽ റിസോഴ്സസിനൊക്കെ പറ്റുന്നൊരു കാര്യം. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വി കനോട്ട് അഫോർഡ്, ഇതെല്ലാം ഡിപ്ലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ലൈഫ് സാധ്യമാകത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്നതും നാച്ചുറലായിട്ട് തന്നെ അത് ഫോം ചെയ്യാനുള്ള സമയം അനുവദിച്ചുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുക. അതിനാണ് റെസ്ട്രിക്ഷൻ കീപ്പ് ചെയ്യുന്നത്. സോ സെറ്റ് ടാർഗറ്റ്സ് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് എനർജി ആൻഡ് വാട്ടർ ആൻഡ് വേസ്റ്റ് ഗോയിങ് ടു ലാൻഡ് ഫിൽ. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യണം. എന്തിനുള്ള ടാർഗറ്റാണ്? ഇപ്പോൾ എനർജി യൂസ് ചെയ്യുന്ന എനർജി കുറയ്ക്കാനും, പിന്നെ ഉപയോഗിക്കുന്ന വെള്ളം കുറയ്ക്കാനും, പിന്നെ ലാൻഡിലേക്ക് പോകുന്ന വേസ്റ്റിൻ്റെ ഇത് കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സെറ്റ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പർച്ചേസിങ് പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ ചില കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ചില പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ ആ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ എൻവയോൺമെൻറ്റുമായിട്ട് ചേർത്ത് നോക്കുമ്പോൾ അത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിരിക്കണം. അതാണ് ഇവിടെ EMS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബേസിസ് ഓഫ് EMS ഫ്രെയിം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം EMS എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംഭവമാണ്. മൊഡ്യൂൾ 3 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ പഠിക്കുമ്പോൾ അതിനൊരു ഫ്രെയിം വർക്കുണ്ട്. ബേസിസ് ഓഫ് EMS ഫ്രെയിം വർക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതൊരു PDC സൈക്കിളുണ്ട്. എന്താണ് PDC?
പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. അപ്പോൾ ഈ പ്ലാനിനകത്ത് വരുന്നത് പ്ലാനിങ്, ഐഡൻറ്റിഫൈയിങ്. ഇപ്പോൾ പ്ലാനിങ്ങിനകത്ത് അറിയാമല്ലോ നമ്മൾ പ്ലാൻ ചെയ്യണം, എന്താ പ്ലാൻ ചെയ്യുന്നത്, എന്താണ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, എന്താണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻവയോൺമെൻറ്റിൻ്റെ പല ആസ്പെക്ട്സും മനസ്സിലാക്കി പഠിച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചില ലക്ഷ്യങ്ങൾ നമ്മൾ മുൻനിർത്തി ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റൽ പോളിസിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഒരു പ്ലാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായത് പ്രകൃതി. അപ്പം ഒരു ഓർഗനൈസേഷൻ കുറച്ച് പോളിസീസ് ഉണ്ടാവും, ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഇനി ഇതിനകത്ത് ഇപ്പോൾ ഒരു പേപ്പർ കമ്പനിയോ അല്ലെങ്കിൽ ഒരു പേപ്പർ അച്ചടിക്കുന്ന അച്ചടി പ്രസ്സോ എല്ലാം എന്ത് വേണമെങ്കിലും ആകാം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് കാണിക്കുന്ന കാര്യങ്ങൾക്ക് ആ ഓർഗനൈസേഷന് തന്നെ ചില പ്ലാൻസ് കാണും. ഉദാഹരണം പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പേപ്പർ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടുന്നത് ആ ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ഒരു പ്ലാനാണ്. പറയുന്നത് മനസ്സിലാവുന്നു. അതേപോലെ ഒരു പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് സൈക്കിൾ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന എന്ത് കാര്യം ഒരു ഓർഗനൈസേഷനിൽ വന്നാലും അത് പ്ലാൻ ചെയ്യണം. ഡു, ചെക്ക്, ആക്ട്, ഇത്രേ ഉള്ളൂ. അപ്പം ഡു എന്താണ്? ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം ചെയ്യുന്നുണ്ടോന്ന്. ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻഡ് പ്രോസസ്സസ് വിച്ച് ഇൻക്ലൂഡ്സ് ട്രെയിനിങ് ആൻഡ് ഓപ്പറേഷൻ കൺട്രോൾസ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനോ അത് റെഗുലേറ്റ് ചെയ്യാനോ ഒക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഡു ചെയ്യുന്നത് അതായത് ചെയ്യുന്നത്. പിന്നെ അത് ചെക്ക് ചെയ്യുന്നതാണ് ചെക്കിങ്, മോണിറ്ററിങ് ഓർ കറക്റ്റീവ് ആക്ഷൻസ്. പിന്നെ ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് റിവ്യൂ ചെയ്യും. ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് പ്രോസസ്സ് ഇപ്പോൾ ആ പ്രോസസ്സ് നവീകരിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണോ, ഇപ്പോൾ പോകുന്നത് എങ്ങനെ പോകുന്നു, നമ്മളെപ്പോഴും റിവ്യൂ ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു കാര്യം വർക്ക് നടക്കുമ്പോൾ റിവ്യൂ എന്നും പറഞ്ഞൊരു സംഭവം. ഇപ്പം നിങ്ങൾ തന്നെ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് റിവ്യൂ പ്രോജക്റ്റില്ലേ, നിങ്ങളുടെ പ്രോജക്റ്റ് എവിടം വരായി, അതിലെന്തെങ്കിലും നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണോ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, അതിൻ്റെ റിസൾട്ട് എന്താണ്, ഇത്രയൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ പേപ്പർ കൺട്രോൾ തന്നെ. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിരിക്കുന്ന പേപ്പർ നമ്മൾ സൂക്ഷിക്കുന്ന, കൺട്രോൾ ചെയ്യുന്നു. അല്ല പ്ലാസ്റ്റിക്കിൻ്റെ നിരോധനം, പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, ഇതെല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പ്ലാനായിട്ട് എടുക്കുകയാണ്. അല്ലാതെ ചെയ്യപ്പെടുന്നുണ്ടോ അത് ചെക്ക് ചെയ്യുന്നു. അതിന് പിന്നെ ഫർദറായിട്ട് എന്തെങ്കിലും ഇംപ്രവൈസേഷൻസ്, എന്തെങ്കിലും ചേഞ്ചസ് വേണോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് എന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു റാൻഡമായിട്ട് ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സിസ്റ്റമാറ്റിക്കായിട്ടേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റെഗുലറായിട്ട് നമ്മളിതിനെ ഫോളോ അപ്പ് ചെയ്ത് ചില സ്റ്റാൻഡേർഡ്സൊക്കെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് EMS എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകും. എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റലിലെ കാര്യങ്ങളും ഇമ്പാക്റ്റുകളും ബാക്കി കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് ചില സ്റ്റാൻഡേർഡ്സ് വേണം, അതിനെ പ്രതിപാദിക്കുന്ന ചില സ്റ്റാൻഡേർഡ്. അതാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സിലുള്ളത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് നമ്മളെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് വേൾഡ് വൈഡ് ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ഇൻ്റർനാഷണൽ ISO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഈ ലെവലിലുള്ള ചില ഇതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഹാൻഡ് ബുക്ക് ഉള്ളതാണ് ISOയ്ക്ക്. ISO എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ടൂള് പോലെ നമുക്ക് അതിനകത്തൊരു 14000 സീരീസിനകത്ത് ആ ഒരു ISOയുടെ ഒരു ബുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സ്റ്റാൻഡേർഡ്സ് രേഖപ്പെടുത്തിയിരിക്കുന്ന താളുകൾ കാണും. അപ്പം അതാണ് സംഭവം. സീരീസ് ഓഫ് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ സ്ട്രക്ചറിങ് ദ EMS. അതിപ്പോൾ ISO എന്ന് പറയുന്നത് ഇതിന് മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ISO സർട്ടിഫൈഡ് ആണ്. എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ പ്രക്രിയകൾ ISO സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ചോദിക്കുക എന്താണ് ISO സ്റ്റാൻഡേർഡ്? ISO സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പോകുന്നതിന് ചില ചിട്ടവട്ട രൂപരേഖ ക്രമങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു രീതിയാണ് ISOയിൽ പറയുന്നത്. എന്നിട്ട് ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതിക്ക് അനുസരിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. കുറച്ച് കാലം കഴിയുമ്പോൾ ആ പോകുന്ന രീതി മതിയോ, എന്തെങ്കിലും വ്യത്യാസം വേണോ. അപ്പം എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളും ഇതിനകത്ത് പെടും. അതാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സിൽ പെടുന്നത്.
അപ്പോൾ അത് ISOയുടെ ഏത് സീരീസിലാണ് ഉള്ളത്? 14000 സീരീസിലുണ്ട്. അപ്പോൾ ISO എഴുതുമ്പോൾ പല കാര്യങ്ങൾ എഴുതും. ISO എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പം ആ സ്റ്റാൻഡേർഡ്സിനകത്തുള്ള പറയുന്ന പല കാര്യങ്ങളെന്ന് പറയുന്നത് പല കാര്യങ്ങളിങ്ങനെ എഴുതി രേഖപ്പെടുത്തി പോണ പല ഇതുണ്ട്. അതിനകത്ത് ഏതിലാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 14000 സീരീസ്. അങ്ങനെയാണ്. അപ്പോൾ ഇറ്റ് ഈസ് മാനേജ് ബൈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ ചോദിക്കുക ISO എന്താണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. അതാണ് സംഭവം. ഇനി എലമെൻറ്റ്സ് ഓഫ് ISO 14000 EMS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ പറയുന്ന ISO 14000 ആ EMSലുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താ സംഭവം? എന്താണ് ISO, എന്താണ് ISO 14000 സീരീസ്, അതിനകത്ത് വരുന്ന എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇനി ഇതിനകത്ത് വരുന്നത് ഇറ്റ് ഫോർമുലേറ്റ്സ് ആൻഡ് ഡിസൈൻസ് പോളിസി ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദിസ് റിഗാർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില പോളിസികൾ കാണും, അല്ലെങ്കിൽ ചില ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണുമ്പം നമുക്ക് ചില ഒബ്ജക്റ്റീവ്സ് കാണും. എന്താണ് ഒബ്ജക്റ്റീവ്? ലക്ഷ്യങ്ങൾ. അപ്പോൾ ഒരു കമ്പനി ആയാലും ഒരു ഓർഗനൈസേഷൻ ആയാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒരു ഫാക്ടറി ആയാലും ഒരു ഇൻഡസ്ട്രി ആയാലും അതിന് ചില വിഷൻസും മിഷൻസും ചില ലക്ഷ്യങ്ങളും ഒക്കെ കാണും. അതിൽ ഒബ്ജക്റ്റീവ്സ് കാണും. എന്താണ് ഒബ്ജക്റ്റീവ്? എന്തൊക്കെ അറ്റൈൻ ചെയ്യണം? അപ്പോൾ ഈ ISOയിൽ എന്താ പറയുന്നത്? ISOയിൽ പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ എന്തൊക്കെ അറ്റൈൻ ചെയ്യണം, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ് അത് ഡിഫൈൻ ചെയ്യണം. എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്? നിങ്ങൾക്ക് എന്താണ്? ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തായാലും, ഒരു വീടിന് കണക്കല്ല ഇവിടെ പറയുന്നത്. വീടിൻ്റെ ഒബ്ജക്റ്റീവ് വേറെ, താമസിക്കുന്ന ബാക്കി കാര്യങ്ങൾ വീടല്ലേ പറയുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പുറത്തൊരു ഓഫീസ്, എന്തൊക്കെ എന്തായാലും അതിന് അതിൻ്റേതായ ഒരു ഒബ്ജക്റ്റീവ് ആണ്, എന്തൊക്കെ അറ്റൈൻ ചെയ്യണം. ഇനി ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ പ്ലാനുകളും മെഷറുകളുമാണ് നിങ്ങൾ അവലംബിക്കുന്നത്, അതാണ് അടുത്തത്. ഇതൊക്കെയാണ് ISO 14000 EMSനകത്ത് പറയുന്നത്. ഇനി ആ പ്ലാനുകൾക്കും ഇതനുസരിച്ച് ഡെവലപ്പ് ദ കേപ്പബിലിറ്റീസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ടു അച്ചീവ് ദ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ നിങ്ങളായി ഒബ്ജക്റ്റീവ്സായി, ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പ്ലാനായി, പ്ലാൻ കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, എന്തൊക്കെ കഴിവുകൾ വികസിപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കേപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യണം ഈ പോളിസി ഒബ്ജക്റ്റീവ്സ് കിട്ടാൻ. പിന്നെ ഇത് മോണിറ്റർ ചെയ്യണം. ഇത് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ള എഴുതി കഴിഞ്ഞു. ഇനി ഇത് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾ, ഇതിന് വേണ്ടിയിട്ട് നടക്കുന്ന ഈ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളിൽ നമ്മൾ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ റിവ്യൂ ചെയ്യുക. ഇൻ ഷോർട്ടൊന്നുമില്ല, കുറച്ച് ഒബ്ജക്റ്റീവ്സ് വേണം. ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ പ്ലാനുകളുണ്ടെന്ന് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ പ്ലാന് വെക്കുന്നു. ആ പ്ലാൻ അറ്റൈൻ ചെയ്യാൻ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്, പിന്നെ ആ ചെയ്യുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു, ആ മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നു. ഈ ഒരു സ്റ്റെപ്പാണ് ISOയുടെ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ കിട്ടിയില്ലേ? ഇനിയിപ്പോൾ അടുത്ത് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. അപ്പോൾ ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു തരം ക്രേഡിൽ ടു ഗ്രേവ് അനാലിസിസ് ആണ്. അപ്പോൾ അത് എന്താണ് ലൈഫ് സൈക്കിൾ അനാലിസിസ്? ലൈഫ് സൈക്കിൾ അനാലിസിസിന് കൊടുക്കുന്ന ഒരു ടേമാണ് നമ്മൾ LCA എന്ന് പറയുന്നത്. LCA, ലൈഫ് സൈക്കിൾ അനാലിസിസ്. അപ്പം അതൊരു പ്രോസസ്സാണ്. ഈ ലൈഫ് സൈക്കിൾ അനാലിസിസ് ഇറ്റ്സ് എ പ്രോസസ് ടു അസസ് the environmental impacts associated with all the stages of a product. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താ പറയുക, അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ടു അസസ് ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് അസോസിയേറ്റഡ് വിത്ത് ഓൾ ദ സ്റ്റേജസ് ഓഫ് എ പ്രോഡക്റ്റ്, പ്രോസസ് ഓർ ആക്ടിവിറ്റി. അപ്പം ഫ്രം ക്രേഡിൽ ടു ഗ്രേവ് ബൈ ഐഡൻറ്റിഫൈയിങ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ആൻഡ് വേസ്റ്റ് ജനറേറ്റഡ്. ഇതാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടെ മലയാളത്തിൽ പറഞ്ഞുതരാം. നമുക്കൊരു പ്രോസസ്സ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ പ്രോസസ്സിന് എന്താ ഇവിടെ പറയുന്നത്? ക്രേഡിൽ ടു ഗ്രേവ് അനാലിസിസ്.
എന്താണ് ക്രേഡിൽ ടു ഗ്രേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരു കുട്ടി ജനിക്കുന്നത്, ആ കുട്ടി ജനിച്ച ഉടനെ ആ കുട്ടിയെ നമ്മൾ കിടത്തുന്നു. ഒരു പക്ഷേ നമ്മുടെ അരികിലായിരിക്കും, അല്ലെങ്കിൽ ഒരു തൊട്ടിൽ. അപ്പോൾ തൊട്ടിലെന്താണ്? ക്രേഡിലാണ്. ആ കുട്ടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു, മരണത്തിൻ്റെ സമയമായി. മരിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയെ വലുതായ അയാളെ അടക്കി. അപ്പോൾ അതാണ് ഗ്രേവ്. സോ ക്രേഡിൽ ടു ഗ്രേവ് ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് വെച്ചാൽ അതൊരു അനാലിസിസാണ്. ജനനം മുതൽ മരിച്ച് അടക്കി അഴുകുന്ന വരെയുള്ള കാലഘട്ടത്തിലെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ലൈഫ് സൈക്കിൾ. ആ ലൈഫ് സൈക്കിളിലെ ഓരോ എലമെൻറ്റും എടുത്ത് അനലൈസ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അതാണ് ക്രേഡിൽ ടു ഗ്രേവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരാം. പറയണമെന്ന് തോന്നുന്നു. ഇൻഡസ്ട്രിയിലും ബാക്കി കാര്യങ്ങളും എന്താണ്? ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ സ്റ്റേജിലും ഉള്ളു. ഒരു പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് പല സ്റ്റേജസ് ഉണ്ട്. ആ ഓരോ സ്റ്റേജിലും അത് എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ചില കാര്യങ്ങളിലൂടെയും പ്രോസസ്സിലൂടെയും കടന്നു പോകുന്നുണ്ട്. അത് അസസ് ചെയ്യുക, അതാണ് ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിലുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുക. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ സ്റ്റേജിലുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് അസോസിയേറ്റഡ് ആയിരിക്കുന്നത് അസസ് ചെയ്യുക. ഇനി ആ പ്രോസസ്സിനെയും ആ ആക്ടിവിറ്റിയെയും അതിൻ്റെ A to Z അനലൈസ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനകത്ത് വരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിനകത്ത് വരുന്ന വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിക്കുക. പിടികിട്ടില്ലേ? ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അതിൻ്റെ ആദിമ സ്റ്റേജ് മുതൽ അന്ത്യ സ്റ്റേജ് വരെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇടയിൽ വരുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസും പ്രോസസ്സുകളും ഉണ്ട്, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ മെറ്റീരിയൽസ് അതിനകത്ത് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, മിക്സ് ചെയ്യപ്പെടുന്നുണ്ട്, എന്തൊക്കെ മെറ്റീരിയൽസുമായിട്ടുള്ള കണക്ഷനിൽ അത് കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെ വേസ്റ്റുകൾ അതിൻ്റെ ഇടയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ലൈഫ് സൈക്കിളായി, അത് അനാലിസിസുമായി. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അതായത് റോ മെറ്റീരിയൽ അക്വിസിഷൻ. റോ മെറ്റീരിയൽ നമ്മൾ അക്വയർ ചെയ്യുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, പിന്നെ അത് അസംബിൾ ചെയ്യുന്നു, യൂസ് ആൻഡ് സർവീസ്, റിട്ടയർമെൻറ്റ് റിക്കവറി, ട്രീറ്റ്മെൻറ്റ് ഡിസ്പോസൽ. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം നിങ്ങൾ ഫിഗർ കറക്റ്റായിട്ട് കാണാനാണെങ്കിൽ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ഫിഗർ അതിനകത്ത് വരുന്നത്, നിങ്ങൾ റോ മെറ്റീരിയൽ അക്വയർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്യുന്നു, അപ്പോഴത്തേക്കും ഇത് അസംബിൾ ചെയ്യുന്നു, പിന്നെ സർവീസ് ചെയ്യുന്നു, റിട്ടയർമെൻറ്റ് ആൻഡ് റിക്കവറി, ട്രീറ്റ്മെൻറ്റ് ഡിസ്പോസൽ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്തൊക്കെ വന്നു കഴിഞ്ഞു ഇവിടെ അതിൻ്റെ റോ മെറ്റീരിയൽ നമ്മൾ അക്വയർ ചെയ്യുന്നു, ആ മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്യുന്നു, അത് മാനുഫാക്ചർ അസംബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് പ്രോഡക്റ്റ് ആവുന്നു, അത് യൂസ് ചെയ്യുന്നു, അത് സർവീസ് ചെയ്യുന്നു, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് റിട്ടയർമെൻറ്റ് റിക്കവറിയിലേക്ക് വരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഡിസ്പോസ് ചെയ്യേണ്ട സമയത്ത് ട്രീറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന മെറ്റീരിയൽ ഇപ്പം നമ്മൾ റിക്കവറി അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് പഴയ പ്രോഡക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാലഘട്ടം കഴിഞ്ഞിട്ടോ എന്തൊക്കെയായിട്ടും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ബേസിക് ആയിരിക്കുന്ന എലമെൻറ്റ്സൊക്കെ എടുത്ത് പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ ഈ പറയുന്ന മെറ്റീരിയൽ പ്രോസസ്സിങ്ങിലേക്ക് പോയി. പിന്നെ അത് തിരിച്ച് വേണമെങ്കിൽ അതിന് കണക്ടിവിറ്റി മാനുഫാക്ചർ അസംബ്ലിയിലേക്ക് കൊടുക്കാം, അതിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ യൂസ് ആൻഡ് സർവീസിലേക്ക് കൊടുക്കാം. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സാധനം റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ റിക്കവറി തീരാറായി, അതിൻ്റെ കാല പീരീഡ് കഴിഞ്ഞും പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തിനൊക്കെ വരാൻ നേരത്ത് അത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റേജിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആൻഡ് അസംബ്ലി സ്റ്റേജിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ആൻഡ് സർവീസ് സ്റ്റേജിലേക്ക് ആഡ് ചെയ്യാം. അതാണ് ഈ ആരോ വെച്ച് കാണിക്കുന്നത്. ഇവിടെ MEME എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതെന്താ? ഇറ്റ്സ് മെറ്റീരിയൽ ആൻഡ് എനർജി ഇൻപുട്സ് ടു പ്രോസസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു റോ മെറ്റീരിയൽ അക്വയർ ചെയ്യുമ്പോഴോ
ഒരു മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തോ നമുക്ക് മെറ്റീരിയൽ ആൻഡ് എനർജി ഇൻപുട്സ് കാണും. ഇപ്പം ഇൻപുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു എനർജി ഇൻപുട്ടാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഫോർ എക്സാമ്പിൾ അയൺ ഓർ എക്സ്ട്രാക്ഷൻ. അതിനകത്ത് ആദ്യമേ നമ്മൾ ഓറ് വേണം, പിന്നെ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ എനർജിക്ക് വേണ്ടി നമ്മൾ തെർമോ ഇങ്ങനെ പറയുന്ന ബ്ലാസ്റ്റ് ഫർണസ് അതൊരു എക്യുപ്മെൻ്റ്. അതിനകത്ത് എനർജി കോള് കത്തിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനൊരു എനർജി ഇൻപുട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, എൻ്റെ മെറ്റീരിയൽ എല്ലാം വരുന്നതാണ് MEU. അപ്പോൾ ഓരോ സ്റ്റൈലും ഓരോന്നായിരിക്കും. പിന്നെ ഇവിടെ W കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനൊരു ഓരോ സ്റ്റൈലും വേസ്റ്റ് വേണം. അതിപ്പം വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഫേസസ് ഉണ്ട്: ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. അതാണ് അതൊരു ഔട്ട്പുട്ട്, അതായത് നമ്മൾ വെളിയിലേക്ക് കളക്ട് ചെയ്യുന്നു. ഇനി പ്രൊസീജിയർ ഫോർ LCA. എന്താണ് ഈ LCAക്കുള്ള പ്രൊസീജിയർ? LCA എന്ന് വെച്ചാൽ ലൈഫ് സൈക്കിൾ അനാലിസിസ്, അതിനൊരു പ്രൊസീജിയറുണ്ട്. ഏറ്റവും ആദ്യം നമുക്കതിന് ഗോളും സ്കോപ്പും ഡിഫൈൻ ചെയ്യണം. പിന്നെ അത് ഇമ്പാക്റ്റ് എന്തൊക്കെ വരുത്തുന്നു എന്നുള്ള അസസ് ചെയ്യണം. അപ്പം ഗോളും സ്കോപ്പും ഒക്കെ ഡിഫൈൻ. എന്താണ് ഗോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ് ഫൈനലായിട്ട് നമ്മളിപ്പോൾ ഒരു സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണ്? അതായത് ഇപ്പോൾ ഒരു പേപ്പർ ഉണ്ടാക്കുന്നതാണോ, ഞാൻ പേപ്പർ തന്നെ സ്റ്റിക്ക് ചെയ്യാണ്, എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട്. അപ്പം അത് ഹൂ ഇസ് ദ ഓഡിയൻസ് എന്ന് പറയുമ്പം ആരാണ് അത് റിസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഐ മീൻ ഹൂ ഇസ് ഗോയിങ് ടു ഗെറ്റ് ദ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ്, ആരുടെ മുന്നിലേക്കാണ് നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉദ്ദേശിച്ചിരിക്കും. അപ്പോൾ അത് ഇൻവെൻറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ വാട്ട് ഇസ് എ ഫംഗ്ഷൻ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ്, വാട്ട് ആർ ദ ബൗണ്ടറീസ്, ഇപ്പം ഇങ്ങനെ ഇത് ജനറൽ കുറേ ക്വസ്റ്റ്യൻസാണ്. അപ്പം ഇൻവെൻട്രി അനാലിസിസ് വരുന്നത് എന്ത് ഫംഗ്ഷനാണ്, അതിൻ്റെ ഫംഗ്ഷണൽ യൂണിറ്റ് എന്താണ്, അതിൻ്റെ ബൗണ്ടറീസ് എന്തൊക്കെയാണ്, അത് ആ ഒരു വർക്കല്ല, ആ ഒരു പ്രോസസ്സിന് വേണ്ടുന്ന ഡാറ്റ എന്തൊക്കെയാണ്, എന്തൊക്കെ അസംഷൻസ് ചെയ്യുന്നുണ്ട്, ഇനി അതിനെന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്ന് വരുന്നത്, നമ്മൾ ലൈഫ് സൈക്കിളിനകത്ത് വരുന്ന കാര്യങ്ങളിലുള്ള ഇമ്പാക്റ്റുകൾ നമ്മൾ അസസ് ചെയ്യുന്നു, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അത് ജനറലായിട്ടുള്ള കാര്യങ്ങൾ, അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി ഗോൾ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നൊരു സംഭവം. എന്താണ് ഗോൾ, എന്താണ് സ്കോപ്പ് എന്നൊക്കെ പറയുന്നൊരു സംഭവം ഇതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് എന്താ പറയുക, ഇതിനകത്ത് വരുന്നത്. ഇപ്പം ഗോൾ, ഇപ്പം കമ്പയർ ടു റൈറ്റിംഗ് യൂട്ടൻസിൽസ് ഫോർ ക്ലാസ് റൂം യൂസ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് 2 കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്: വുഡൻ പെൻസിലും മെക്കാനിക്കൽ പെൻസിലും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗോൾ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ കറണ്ട് ഇത് ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ സെറ്റിംഗ് ഇറ്റ് ആസ്, ഇതൊരു എക്സാമ്പിളാണ്, വി ആർ സെറ്റിംഗ് ഇറ്റ് ആസ് വി ആർ ഗോയിങ് ടു കമ്പയർ ടു റൈറ്റിംഗ് യൂട്ടൻസിൽസ് ഫോർ ക്ലാസ് റൂം യൂസ്. ഇറ്റ് ക്യാൻ ബി വുഡൻ പെൻസിൽ, ഫസ്റ്റ് കേസ്. നെക്സ്റ്റ് ഈസ് മെക്കാനിക്കൽ പെൻസിൽ. So we have creating something known as process flow diagram. We are going to create it as process flow diagram. എന്ന് വെച്ചാൽ എന്താണ് ഈ ഗോൾ ആൻഡ് സ്കോപ്പ്? അപ്പം ഈ പറയുന്ന കണക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, അത് ഈ പറയുന്ന കണക്ക് കുറേയൊക്കെ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റ് വരുന്നൊരു കേസാണ്. ഇപ്പോൾ റബ്ബർ, ഗ്രാഫൈറ്റ്, ഇപ്പം ഇതിൻ്റെ ബേസിക് ആയിട്ട് നിങ്ങൾക്കറിയാം എന്താ പറയുക, ലൈഫ് സൈക്കിൾ അനാലിസിസ് വരുന്നത് എന്താണ്? A to Z കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗ്രേവ് ടു ക്രേഡിൽ അല്ല, ക്രേഡിൽ ടു ഗ്രേവ്, സോറി തിരിഞ്ഞുപോയി. ക്രേഡിൽ ടു ഗ്രേവ് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ എന്തൊക്കെ വരുന്നു. അപ്പോൾ അത് ഈ പറയുന്ന കണക്ക് റബ്ബർ, ഗ്രാഫൈറ്റ്, പാക്കിംഗ്, ബ്രാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രോസസ് ഫ്ലോ ഡയഗ്രത്തിൽ വരുന്നത്. റീറ്റെയിലറിലേക്ക് പിന്നെ അത് പോവും, അത് യൂസ് ചെയ്യും, അങ്ങനെ ഷാർപ്പൺ ചെയ്യും, എൻഡ് ഓഫ് ലൈഫ്. ഇതാണ് അതിൻ്റെ പ്രോസസ് ഫ്ലോ ഡയഗ്രാം. എന്തൊക്കെ പ്രോസസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് വുഡൻ പെൻസിലിൻ്റെ കേസാണ്. അതേപോലെ തന്നെ മെക്കാനിക്കൽ പെൻസിലിനും അതിൻ്റേതായ ഒരു ഇതുണ്ട്, ചാർട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് അത്. ഇപ്പം എന്താ പറയുക, ആ എക്സാമ്പിൾ നിങ്ങൾ കോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പം മെക്കാനിക്കൽ പെൻസിലാണെങ്കിൽ
മെക്കാനിക്കൽ പെൻസിലാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അതിനും അതിൻ്റേതായിരിക്കുന്ന ഒരു ക്രേഡിൽ ടു ഗ്രേവ് ചാർട്ട് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അവിടെ നമ്മൾ അനലൈസ് ചെയ്ത് പോകുന്നു. അത്ര ഇമ്പോർട്ടൻസ് ഉള്ളു. അത് ബാക്കി കാര്യങ്ങളില്ല, തിയറി പാർട്ടാണ് കുറേയൊക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ലൈഫ് സൈക്കിൾ ഇൻവെൻട്രി അനാലിസിസ്, ഫങ്ഷൻ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. അപ്പം LCI എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ ഫങ്ഷണൽ യൂണിറ്റിൽ വരുന്നത് എന്താണ്? ഇപ്പം ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് പ്രൊവൈഡഡ് ബൈ സിസ്റ്റം, വാട്ട് ഇറ്റ് ഡസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം കൊടുക്കുന്ന സർവീസ് എന്താണ്, അതെന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ലൈഫ് സൈക്കിൾ ഇൻവെൻട്രി അനാലിസിസ് വരുന്നത്. അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബേസിക് ആയിരിക്കുന്ന യൂണിറ്റ് എന്താണ്? ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഗീവ്സ് ദ ഫങ്ഷൻ നമ്പർ വാല്യൂ. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ബേസിക് ആയിരിക്കുന്നത് എന്താണ്? വൺസ് ആൻഡ് സീറോസ്, ബിറ്റ്സ് ആൻഡ് വൺസ് ആൻഡ് സീറോസ് എന്ന് പറയുന്ന സംഭവമില്ലേ, ബൈനറി നമ്പേഴ്സ്. ബേസിക് ആയിരിക്കുന്ന ഫങ്ഷണൽ യൂണിറ്റ് മെഷീൻ ലാംഗ്വേജിലായാലും മറ്റ് ഇതിലൊക്കെ വരുന്നത് വൺസ് ആൻഡ് സീറോസ് അല്ലേ. ഈവൻ ഇലക്ട്രോണിക്സിൽ പോലും ഔട്ട്പുട്ട് വരുന്നത് വൺസ് ആൻഡ് സീറോസിലല്ലേ. ബേസിക്കായിട്ട് എന്താ അവിടെ ഉള്ള വൺസ് ആൻഡ് സീറോസ്, യെസ് ഓർ നോ. അതേപോലെയുള്ള ഫങ്ഷണൽ യൂണിറ്റിൻ്റെ ചില കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ, ജസ്റ്റ് എക്സാമ്പിളാണത്. നിങ്ങൾ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ പാർട്ടിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. ഇത് ജസ്റ്റ് ആഡഡ് ആയിരിക്കുന്ന ഇൻഫർമേഷൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇട്ടേക്കുന്നതാണ്. ലൈഫ് സൈക്കിൾ ഇൻവെൻട്രി അനാലിസിസ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് നീഡഡ് ടു മേക്ക് ദ സബ്സ്റ്റൻസ്. ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം. അപ്പോൾ അത് ബേസിക്കായിട്ട് എന്തൊക്കെയാണ്, എനർജി വേണം. നമ്മൾ ഓരോരോ പാർട്ടായിട്ട് എടുത്ത് അനലൈസ് ചെയ്യുകയാണ്. മെറ്റീരിയൽസ് വേണം, ലേബർ വേണം. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് എന്താ വരുന്നത്, സിസ്റ്റത്തിൻ്റെ വെളിയിലേക്ക് എന്തൊക്കെ വരുന്നു, പ്രോഡക്റ്റ് വരുന്നുണ്ട്, അത് വേണം ഇലക്ട്രിസിറ്റി ആവാം, മെറ്റീരിയൽസ് ആവാം, ഗുഡ്സ് ആവാം, വേസ്റ്റ് വരുന്നുണ്ട്, എമിഷൻസ് വരുന്നുണ്ട്, കോ പ്രോഡക്ട്സ് വരുന്നുണ്ട്. ഇതൊരു ലൈഫ് സൈക്കിൾ അനാലിസിസ് വരുന്ന ഇൻവെൻട്രി അനാലിസിസ് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അപ്പോൾ ലൈഫ് സൈക്കിൾ അനാലിസിസിൻ്റെ പാർട്ടായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ലൈഫ് സൈക്കിളിനകത്ത് വരുന്നതാണ് ഇമ്പാക്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ലൈഫ് സൈക്കിളിനകത്ത് വരുന്ന ഇമ്പാക്റ്റുകൾ. അപ്പോൾ അത് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സാധനം വരുമ്പോഴാണ് അത് എന്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ആ ഇമ്പാക്റ്റ്, എൻവയോൺമെൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ആ ഇമ്പാക്റ്റ്. അപ്പം ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു അനാലിസിസിൽ പെടുന്നൊരു ഫാക്ടറാണ്. ഇപ്പം അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് അബ്സോർബും റീഎമിറ്റും ചെയ്യപ്പെടുന്നതനുസരിച്ച് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നു. സോളാർ എനർജി ട്രാപ്പ് ചെയ്യപ്പെടുന്നു. അപ്പം വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, ഓസോൺ, നൈട്രജൻ ഓക്സൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും ആ ഒരു പ്രോസസ്സിൽ. പിന്നെ അബയോട്ടിക് ഡിപ്ലീഷൻ, അതായത് നോൺ ലിവിങ് റിസോഴ്സസ്, അതായത് ജീവനില്ലാത്ത റിസോഴ്സ് എന്തോരം കൺസ്യൂം ചെയ്യപ്പെടുന്നു. ഇതെല്ലാം എൻവയോൺമെൻറ്റുമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യപ്പെടുന്ന മേഖലകളാണ്. ഹ്യൂമൻ ടോക്സിസിറ്റി പൊട്ടൻഷ്യൽ, അതായത് കെമിക്കലിൽ നിന്നുള്ള ടോക്സിനുകൾ ഹ്യൂമനിലേക്ക് എത്തുന്നത് എത്രത്തോളം, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. എൻവയോൺമെൻറ്റലിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കും ഈ ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ അല്ലെങ്കിൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നുണ്ടോ, എന്താണ് യൂട്രോഫിക്കേഷൻ? യൂട്രോഫിക്കേഷൻ എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഴ്സോ അല്ലെങ്കിൽ ഇത് നൈട്രജനസ് ഫോസ്ഫറസ് ആയിരിക്കുന്ന റിലേറ്റഡ് ആയിരിക്കുന്ന എലമെൻറ്റ്സ് വെള്ളത്തിൽ കൂടുന്നതനുസരിച്ച് പ്ലാന്റ്സ്, അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് പ്രോളിഫറേറ്റഡ് ആയിട്ട് വന്നിട്ട് ആ വെള്ളത്തിലുള്ള ഓക്സിജൻ ഡിപ്ലീഷൻ, കാരണം അക്വാട്ടിക് പ്ലാന്റ്സ് അതിൻ്റെ പ്രോളിഫറേഷൻ കാരണം ജലത്തിലുള്ള ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. കാരണം ഈ പ്ലാന്റ്സ് അത് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ജലത്തിലൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് ജലത്തിൽ ഡിസോൾവ് ആയിരിക്കുന്ന ഓക്സിജൻ പ്ലാന്റ് യൂസ് ചെയ്യും. അപ്പോൾ പ്ലാന്റ് കൂടിയാൽ ഓക്സിജൻ്റെ യൂസേജ് കൂടും, അങ്ങനെയാണ് ഓക്സിജൻ ഡിപ്ലീറ്റ് ആകും. അപ്പോൾ പ്ലാന്റിൻ്റെ എമൗണ്ട് കൂടാനായിട്ട് ഈ പറഞ്ഞ കണക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നിന്നോ അഗ്രികൾച്ചറോ ആയിരിക്കുന്ന കാര്യങ്ങൾ ഒഴുകി നൈട്രജനും ഫോസ്ഫറസും ഒക്കെ വെള്ളത്തിൽ വീണാൽ പ്ലാന്റ് കൂടും, പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കൂടും. പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കൂടിയാൽ ഓക്സിജൻ കുറയും. അപ്പോൾ ഇങ്ങനെ ഒരു ഓക്സിജൻ്റെ കുറവ് വരുന്ന സിറ്റുവേഷൻ ആണ് യൂട്രോഫിക്കേഷൻ.
അപ്പോൾ അതിനുള്ള കാരണമാണ് ഇൻക്രീസ് ഇൻ കെമിക്കൽ ന്യൂട്രിയൻസ് കണ്ടെയ്നിങ് നൈട്രജൻ ഓർ ഫോസ്ഫറസ്, ലാൻഡ് ഓർ വാട്ടർ, ഓവർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, കില്ലിംഗ് ഓർഗാനിസംസ് അറ്റ് ബോട്ടം ഓഫ് വാട്ടർ, വാട്ടർ യൂസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ വെള്ളത്തിൽ മെർക്കുറി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. സ്മോഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, വിൻ്റർ ഓർ സമ്മർ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ആസിഡിഫിക്കേഷൻ, ഇതെല്ലാം എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കാറ്റഗറീസാണ് വിച്ച് കംസ് അണ്ടർ ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും? അപ്പോൾ ഈ ഡാറ്റയുടെ ഒക്കെ പർപ്പസ് എന്താണ്? ഇത് സയൻറ്റിസ്റ്റ് എന്തെങ്കിലും റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റുമോ ഇപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അനാലിസിസ് വെക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഇമ്പാക്റ്റ് ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സയൻറ്റിസ്റ്റ് ക്യാൻ അനലൈസ് എ പർട്ടിക്കുലർ ഇമ്പാക്റ്റ് ആൻഡ് ഫോക്കസ് ഓൺ എ സൊല്യൂഷൻ. ഇപ്പോൾ ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അതിന് വേണ്ടിയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക കാര്യങ്ങൾ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ് കീപ്പ് ചെയ്യുന്നത്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും യൂസ്ഫുള്ളായിരിക്കുന്ന കാര്യങ്ങൾ, ലൈഫിൽ വരുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റുകളും ചെക്ക് ചെയ്ത് അതിനുള്ള സൊല്യൂഷനും കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ വാട്ട് ഈസ് അതാണ് ലൈഫ് സൈക്കിൾ ഇൻ ആക്ഷൻ. തിങ്ക് അബൌട്ട് ഇറ്റ്. അതെന്ന് വെച്ചാൽ വാട്ട് ഈസ് എ ഫങ്ഷൻ, എന്താണ് ആക്ഷനിൽ ഇപ്പം എന്താ പറയുക, ഒരു പ്രോഡക്റ്റ് നമ്മളൊരു സംഭവം ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്, മെറ്റീരിയൽസ് റിസോഴ്സ് എന്താണ്, അത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ്, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഇമ്പാക്റ്റുകൾ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്നുണ്ട്, വേസ്റ്റുകൾ വല്ലതും വരുന്നുണ്ടോ, അങ്ങനെ വേസ്റ്റുകൾ വരികയാണ് അത് കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യും, മിറ്റിഗേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇമ്പാക്റ്റുകൾ എൻവയോൺമെൻറ്റിലേക്ക് ഒരു പ്രോസസ്സിനകത്ത് ചെയ്യും. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ആണെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എനി പ്രോജക്റ്റ്, ലെറ്റ് ഇറ്റ് ബി എനി പ്രോജക്റ്റ്. ഇപ്പം നൗ വി കം ടു പ്രോജക്റ്റ്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു കൺസിഡർ എ പ്രോജക്റ്റ്, ഇപ്പം മറ്റേ ലൈഫ് സൈക്കിൾ അനാലിസിസ് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ വെൻ യു കൺസിഡർ എ പ്രോജക്റ്റ്, ഇറ്റ് ഹാസ് എ നമ്പർ ഓഫ് products that may come out, and as such it will have a lot of procedures, and each procedure will have a connection with the environment, and each connected part will interact with the environment, and it will affect the environment in one way or another way. Now this area where each and every step of a procedure or a project will affect the environment, or which will create an impact on the environment, is known as environmental impact. And making an assessment of these impacts is known as environmental impact assessment. And this assessment is made earlier or prior to the launch of the procedure or project, and not after that. That's the point. So before the launch of a project, each and every step of the project is noted down. Its relation, correlation, etc. with the environment is noted down. Now this relation will have, or the interaction of each and every step of the project with the environment will have certain impacts on the environment, and these impacts are assessed earlier than the project begins, and they are tried or controlled. They are tried to be controlled or tried to be mitigated or tried to be brought to the lesser stage before the commencement of the project in the written format. So that is environmental impact assessment. And once a project starts and continues also, this process will continue. But as such, in the beginning, you will write down each and every step of the project, what are the possibilities of interaction of the project and steps, procedures with the environment. And then you just understand or try to understand what are the impacts that are going to happen. You will assess it,
and you will try to bring or mitigate or control the impacts by making some changes in the current procedures which you have written down or noted down. And only after that, the project will get a sanction at least to start. And in this process, the areas of environment that is getting affected is air, land and water. എയർ, ലാൻഡ് ആൻഡ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ അല്ലെങ്കിൽ ഈ വെൻ യു ടേക്ക് നേച്ചർ വേർ ഓൾ 3 പാർട്സ്: എയർ, ലാൻഡ് ആൻഡ് വാട്ടർ. എയർ, ലാൻഡ്, വാട്ടർ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇഫ് യു ടേക്ക് ദ നേച്ചർ, അല്ലെങ്കിൽ ഭൂമി എടുക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റിൽ അഫക്റ്റ് ചെയ്യപ്പെടാനുള്ള ഭാഗം എയർ, ലാൻഡ് ആൻഡ് വാട്ടറേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇനി ബാക്കി കാര്യത്തിലേക്ക് വരാം. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ആൻഡ് വെൽ ഡോക്യുമെൻറ്റഡ് പ്രൊസീജിയർ ടു ഐഡൻറ്റിഫൈ, ഡിസ്ക്രൈബ് ആൻഡ് അസസ് ദ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എഫക്ട്സ് ഓഫ് എ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓൺ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ, സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് ഫാക്ടേഴ്സ് ഓർ എൻവയോൺമെൻ്റലി കോമ്പാറ്റബിൾ ആൻഡ് സസ്. ഇതിങ്ങനെ ഒരു ഡെഫിനേഷനാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. വേറൊന്നുമല്ല, ഇതൊരു പ്രൊസീജിയറാണ്, വെല്ലാണ്, സിസ്റ്റമാറ്റിക്കാണ്, വെൽ ഡോക്യുമെൻറ്റഡ് ആണ്. ആ പ്രൊസീജിയറിൽ എന്താ സംഭവിക്കുന്നത്? യു വിൽ ഐഡൻറ്റിഫൈ ആൻഡ് ഡിസ്ക്രൈബ് ആൻഡ് അസസ് ദ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എഫക്ട്സ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അസസ് ചെയ്യുന്നു ഓൺ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ, സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് ഫാക്ടേഴ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്? ഫോർ എൻവയോൺമെൻ്റലി കോമ്പാറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതെന്തിനാണ്? എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ചെയ്യുമ്പോൾ ആ എൻവയോൺമെൻറ്റിന് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, സസ്റ്റൈനബിൾ ആയിരിക്കുന്ന, വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ വരുമ്പോൾ ആ ഒരു സംഭവമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഡെഫിനേഷൻ എഴുതിയെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. കാര്യം മനസ്സിലായണം. ഇനി ഇതിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്താണ്? ഇമ്പാക്റ്റുകൾ എന്തൊക്കെ വരുമെന്ന് പ്രഡിക്റ്റ് ചെയ്യണം, അത് കുറയ്ക്കാനുള്ള മെഷേഴ്സ് എടുക്കണം, അല്ലെങ്കിൽ അത് റിഫൈൻ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ തേടണം. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രഡിക്ഷൻസ് നടത്താൻ പറ്റണമെന്നുണ്ടോ എന്ന് നോക്കണം. അതായത് എന്തെങ്കിലുമൊക്കെ പ്രഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇമ്പാക്റ്റുകൾ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രഡിക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ 1986 ഒരു പ്രൊട്ടക്ഷൻ ആക്ട് നടന്നായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റാണ് പറയുന്നത്. ഇപ്പം എന്താ പറയുക, ഇപ്പം ഇപ്പം എത്രയാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വരുന്നത്. ഓരോ രാജ്യത്തും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും ബാക്കി കാര്യങ്ങൾക്കുമായിട്ട് ആ രാജ്യം അതിൻ്റേതായിരിക്കുന്ന ആക്ടുകളും ലോകളും ഇറക്കും. അങ്ങനെയുള്ളൊരു സാധനമാണ് EPA 1986 നോട്ടിഫിക്കേഷൻ 1994 എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് മാൻഡേറ്ററി ആയിട്ട്. എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് മാൻഡേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മാൻഡേറ്ററി എന്ന് വെച്ചാൽ കമ്പൽസറി. അതായത് ഈ 1986 എന്ന് പറയുന്ന ഒരു ഇയറിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം സർക്കാർ ഇറക്കി. അത് ഇറക്കിയതനുസരിച്ച് EIA നോട്ടിഫിക്കേഷൻ ആ ഒരു അനുസരിച്ച് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഓരോ പ്രോജക്റ്റിനും മാൻഡേറ്ററി ആക്കി. എന്ന് വെച്ചാൽ എന്താണ്? ഈ EIA പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രൊസീജിയറൊക്കെ പോയിട്ട് എൻവയോൺമെൻറ്റിന് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകണമെന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സംഭവം കമ്പൽസറി ആക്കി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത്രേ ഉള്ളൂ. EIA നോട്ടിഫിക്കേഷൻ, അത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് EIA നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, EIAക്ക് നോട്ടിഫിക്കേഷൻ കൊടുത്തു. EIA നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ റെഡിയാക്കുന്നു. അത് 3 ഷെഡ്യൂളായിട്ട് വരുന്നു. ആ ഫസ്റ്റ് ഷെഡ്യൂളിൽ പല എന്തൊക്കെ പ്രോജക്റ്റുകളാണ് ഈ എൻവയോൺമെൻറ്റൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ ലിസ്റ്റാണ് പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്. പിന്നെ അതിനുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് ഷെഡ്യൂൾ 2. പിന്നെ എക്സ്പേർട്ട് കമ്മിറ്റി ഇത് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കൊടുക്കുന്നതാണ് ഷെഡ്യൂൾ 3. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന എന്ന് വെച്ചാൽ എയർ പൊല്യൂഷൻ, എയറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, റിസ്ക് അനാലിസിസ്, എന്തൊക്കെ റിസ്ക്കുകൾ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് ഫില്ലിനകത്ത് വരുന്ന പൊല്യൂഷൻ, ഇതൊക്കെയാണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ഇതിനകത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഒരു ഏരിയയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡാമോ അല്ലെങ്കിൽ വരികയാണെങ്കിൽ ആ ഫോറസ്റ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ക്ലിയറൻസ് ഒരു ഭാഗം തെളിയിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു അവിടെ. അപ്പോൾ അത് അവിടുത്തെ ഒരു പർട്ടിക്കുലർ ലോക്കലായിരിക്കുന്ന ആൾക്കാർക്ക് ഒരു
ചർച്ചയ്ക്ക് വിളിക്കും. കാരണം അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഇമ്പാക്റ്റുകളുണ്ടാകുന്ന ആ ലോക്കൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും കുറേയൊക്കെ. അപ്പോൾ അതാണ് പബ്ലിക് ഹിയറിംഗ്. അങ്ങനെ കുറേ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ EIA പ്രൊസീജിയർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഇന്ത്യയിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സ്ക്രീനിങ് പ്രോസസ്സുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിങ് പ്രോസസ്സിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമേ പ്രോജക്റ്റ് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നു, എന്താണ് പ്രോജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ആ പ്രോജക്റ്റ് സ്ക്രീൻ ചെയ്യും. ഇപ്പം നിങ്ങളാണെങ്കിൽ റിവ്യൂ ഒക്കെ ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റിവ്യൂ 0th റിവ്യൂ പ്രോജക്റ്റ് എന്താണെന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു, അത് സ്ക്രീൻ ചെയ്യുന്നു, അത് എടുക്കണോ വേണ്ടയോ, അത് എടുക്കുമ്പോൾ അതിൻ്റെ വരകൾ എന്തൊക്കെയാണ്, അതിൻ്റെ അവസാനത്തെ എയിം എന്താണ്, നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കാൻ പോണത്. അതേപോലെ ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ആ പ്രോജക്റ്റ് എൻ്റെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ആവശ്യമുള്ള പ്രോജക്റ്റാണോ അല്ലയോ, എന്നാൽ എന്തൊക്കെയാണെന്നുള്ളതാണ് സ്ക്രീനിങ് വരുന്നത്. സ്കോപ്പിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കീ ഇഷ്യൂസ് എന്തൊക്കെ ഇഷ്യൂസ് അതിന് മെയിനായിട്ട് വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് വരുന്നു. ഇനി ബേസ് ലൈൻ സ്റ്റഡീസിൽ വരുന്നത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റൽ സ്റ്റാറ്റസ് ഓഫ് ദ ഐഡൻറ്റിഫൈഡ് സ്റ്റഡീഡ് ഏരിയ. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന എന്തൊക്കെ എൻവയോൺമെൻറ്റൽ സ്റ്റാറ്റസ് വരുന്നുണ്ട്. പിന്നെ ഇമ്പാക്റ്റ് പ്രഡിക്ഷൻ, എന്തൊക്കെ ഇമ്പാക്റ്റ് വരുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഓരോരോ സ്റ്റെപ്പുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്നതാണ് പ്രഡിക്റ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പാക്റ്റ്. അപ്പം വാട്ട് ഇസ് എ മാഗ്നിറ്റ്യൂഡ് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണ് സ്ക്രീനിങ്ങിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഈ പറയുന്ന സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഇതിനകത്ത് സ്ക്രീനിങ്ങിനേക്കാളും മുന്നേ പ്രോജക്റ്റാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇന്നതാണ് നമ്മുടെ പ്രോജക്റ്റ്. അതിനകത്തുനിന്ന് എൻവയോൺമെൻറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് വരുന്നുണ്ടോ, ഇഷ്യൂസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സ്ക്രീനിങ് വരുന്നത്. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്കോപ്പിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് ബദലായിട്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ എൻവയോൺമെൻറ്റുമായിട്ട് ഇന്ന ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ യു ഹാവ് ടു കൺസിഡർ ദ ഓൾട്ടർനേറ്റീവ്. അതും കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബേസ് ലൈൻ ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതൊക്കെ സ്റ്റഡി ചെയ്ത് എൻവയോൺമെൻറ്റൽ സ്റ്റാറ്റസ് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പ്രൊസീജിയർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് വരുമോ, അത് പ്രഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രഡിക്ഷൻ ഓഫ് ഇമ്പാക്റ്റാണ് അടുത്ത സ്റ്റെപ്പ്. പിന്നെ അത് മിറ്റിഗേറ്റ് ചെയ്യുന്ന, അത് അസസ് ചെയ്യുന്ന ഒക്കെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അത് അസസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അത് മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പാക്റ്റ് പ്രഡിക്റ്റ് ചെയ്യും. എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എർത്ത് മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 8 റിച്റ്റർ സ്കെയിൽ 8 എന്ന് പറയുന്നത്, എർത്ത് എന്ന് പറയുന്നത് എന്തോ സത്യം പറഞ്ഞാൽ അതൊരു നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന ഭൂമി കൊല്ലിക്കും. പക്ഷെ അതിനൊരു മാഗ്നിറ്റ്യൂഡ് നമ്മൾ കൊടുക്കുന്ന ഒരു നമ്പർ വെച്ചിട്ടാണ്. അതേപോലെ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ് അതിന് ക്വാണ്ടിഫിക്കേഷൻ കൊടുക്കുക, ക്വാണ്ടിറ്റി എത്രയാണെന്ന് പറയുക. അതാണല്ലോ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇമ്പാക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഡിഫൈൻ ചെയ്ത് പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമ്പാക്റ്റ് കുറയ്ക്കാനും അവോയ്ഡ് ചെയ്യാനുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളെല്ലാം കണ്ടെത്തി ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം, അതാണ് സംഭവം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി, അതാണ് പ്രിപ്പറേഷൻ ഓഫ് EIA റിപ്പോർട്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആദ്യമേ പ്രോജക്റ്റ് മനസ്സിലാക്കുക, സ്ക്രീൻ ചെയ്യുക, EIA വേണോ വേണ്ടയോ, അതാണ് ആ സ്ക്രീനിങ്ങിൽ വരുന്നത്. ഇനി വേണമെങ്കിൽ അത് സ്കോപ്പിങ് ഒക്കെ നടത്തുക, സ്കോപ്പിങ് ആൻഡ് ഓർ ടേംസ് ഓഫ് റെഫറൻസ് പ്രിപ്പയർഡ്. EIA വേണമെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, പിന്നെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് അത് അസസ് ചെയ്യാനുള്ള ഇതാണ് ഡ്രാഫ്റ്റ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. പിന്നെ ഫൈനൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അപ്പം ഈ അസസ്മെൻറ്റുകളെല്ലാം നടത്തി മുന്നോട്ട് പോകുന്ന ചാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞ് യു ആർ മേക്കിംഗ് എ ഡിസിഷൻ ഫോർ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്. അതായത് ഇവർക്ക് ക്ലിയറൻസ് കൊടുക്കണോ വേണ്ടോ, എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്, അതായത് അധികം ഇമ്പാക്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ ക്ലിയറൻസ് കൊടുക്കാൻ പറ്റത്തില്ല. എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് പ്രോജക്റ്റ് അപ്രൂവ്ഡ് ആണോ, പ്രോജക്റ്റ് റിജക്റ്റഡ് ആണോ. പിന്നെ ഈ പറയുന്ന കണക്ക് ഇങ്ങനെ അപ്രൂവ്ഡ് ആണെങ്കിൽ ആ അപ്രൂവ്ഡ് പ്രോജക്റ്റ് നമ്മൾ മോണിറ്റർ ചെയ്യണം ഓരോ സ്റ്റെപ്പിലും. ഇതൊക്കെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അങ്ങനെ വരുന്നൊരു കേസ് കണക്ഷൻ പ്രോജക്റ്റ് അപ്രൂവ്ഡ് ആണെങ്കിൽ
അത് ഒരു റിവ്യൂ കമ്മിറ്റിയാണ് കീപ്പ് ചെയ്യും, റിവ്യൂ ചെയ്യാനും പിന്നെ ആ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ വരുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇന്ന് ഇതിൻ്റെ ഇടയിൽ ഓരോ സ്റ്റേജിലും പബ്ലിക്കിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കാരണം പബ്ലിക് ഹിയറിങ്, അവരുമായിട്ടുള്ള ഡിസ്കഷൻസും ബാക്കി കാര്യങ്ങളും, അതാണ് ഈ ആരോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പബ്ലിക് പാർട്ടിസിപ്പേഷൻ്റെ. അതിനകത്ത് പറയുന്ന കാര്യങ്ങളിപ്പം ഇത് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അടുത്തൊരു സംഭവം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ബയോമിമിക്രി. ബയോമിമിക്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇമിറ്റേഷൻ ഓഫ് ലൈഫ്. ഇപ്പോൾ ഇൻഡസ്ട്രീസിലൊക്കെ പ്രകൃതിയിൽ കാണുന്ന ലൈഫ് ഫോംസിൻ്റെ ചില കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ചില സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബയോമിമിക്രി. ബയോളജിക്കൽ മിമിക്രി എന്താണെന്ന് അറിയാം, വോയിസ് മിമിക്രി മാത്രമല്ല, ബയോളജിയിൽ അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് അല്ലെങ്കിൽ ലോകത്തല്ല പ്രകൃതിയിൽ കാണുന്ന ചില കാര്യങ്ങൾ മിമിക് ചെയ്യുമ്പോൾ ചില ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ ചില ഇന്നോവേഷൻസിലോ അല്ലെങ്കിൽ ചില പ്രോഡക്ട്സിലോ നമ്മൾ മിമിക് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് നല്ല ഇന്നോവേറ്റീവ് ആയിരിക്കും, നമുക്ക് വേണ്ടുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് ബയോമിമിക്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വ്യൂയിങ് നേച്ചർ ആസ് എ റോൾ മോഡൽ ഓർ ടീച്ചർ where nature has already solved many of the technological and sustainable problems that we face today. Learning from nature, not about nature. From nature we learn and we just apply the things that are which we see around us, which solve certain problems in our technical innovations. അപ്പോൾ ഇമിറ്റേറ്റ് നേച്ചേഴ്സ് പ്രോസസ് ആൻഡ് നോട്ട് പ്രോഡക്ട്സ്. ഇപ്പോൾ ഒരു എയറോപ്ലെയിൻ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷിയുടെ കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്താണ് എയറോപ്ലെയിൻ വന്നിരിക്കുന്നത്. അതേപോലെ പല കാര്യങ്ങളും, ഇപ്പോൾ കിങ് ഫിഷേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡിൽ ഈ ട്രെയിനിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കിങ് ഫിഷറിൻ്റെ ബീക്ക് ഭയങ്കര സ്പീഡിലാണ് ഡൈവ് ചെയ്ത് വെള്ളത്തിൽ പോയി ഫിഷിനെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് മിമിക് ചെയ്തിരിക്കുന്നത്, ആ ഷേപ്പ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടെർമൈറ്റ്സ് എന്താ പറയുക, ഇപ്പോൾ എയർ കണ്ടീഷനിങ് ഇല്ലാതെ തന്നെ അവർക്ക് ആ ഇത് വരുന്ന ഒരു സിറ്റുവേഷൻ, അവരുടെ കൂടിനകത്തെ ആ ഒരു എയർ സർക്കുലേഷൻ്റെ കാര്യങ്ങളാണ് പിന്നീട് മനസ്സിലാക്കി ബിൽഡിങ്സിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ മെഴ്സിഡസ് ബെൻസ് ബയോണിക് കാർ ആൻഡ് ബോക്സ് ഫിഷ്, ഇത് അതിൻ്റെ ഷേപ്പ്. കാരണം ഈ ബോക്സ് ഫിഷ് ഡൈവ് ചെയ്ത് പോകുന്ന സ്പീഡും ബാക്കി കാര്യങ്ങളും ഭയങ്കര സ്പീഡിലാണ് ഈ ബോക്സ് ഫിഷ് പോകുന്നത്. അപ്പം ഈ ബയോണിക് കാറിൽ ആ ഷേപ്പാണ് ഇവർ ഏകദേശം ഫോളോ ചെയ്തിരിക്കുന്നത്, കാരണം സ്പീഡ് കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബയോമിമിക്രിയിൽ വരുന്നത്. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിൽ സൺലൈറ്റ്, എനർജി എന്താണോ യൂസ് ചെയ്യുന്നത്, ഫങ്ഷൻ ഫിക്സ് ചെയ്യുന്നുണ്ടോ, റീസൈക്കിൾസ് എവറിത്തിങ്, റിവാർഡ്സ് കോപ്പറേഷൻ, ബാങ്ക്സ് ഓൺ ഡൈവേഴ്സിറ്റി, ഡിമാൻഡ്സ് ലോക്കൽ എക്സ്പെർട്ടൈസ്, കർബ്സ് എക്സസ് വിത്തിൻ, ടാപ്സ് ദ പവർ ഓഫ് ലിമിറ്റ്സ്. ഇത് ബേസിക് പ്രിൻസിപ്പിൾസാണ് എന്ത് ബയോമിമിക്രിയുടെ. കാരണം എന്ത് സോഴ്സും നേച്ചറിൽ വർക്ക് ചെയ്യുന്ന എന്തൊരു കാര്യം നേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഇറ്റ് റൺസ് ഓൺ സൺലൈറ്റ്. അതിന് വേണ്ടുന്ന എനർജി മാത്രമേ അത് യൂസ് ചെയ്തുള്ളൂ പ്രകൃതിയിൽ. അല്ലാതെ ഇപ്പോൾ എനർജി ഒരുപാട് അവൈലബിൾ ആണെങ്കിലും എല്ലാ എനർജിയും ഓരോ നേച്ചറിലെ കാര്യങ്ങൾ ഉപയോഗിക്കത്തില്ല. അപ്പം ഈ ബയോമിമിക്രി കൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സൺലൈറ്റിൽ നിന്ന് റൺ ചെയ്യുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട എനർജി മാത്രമേ അത് എടുക്കത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കിയിരുന്ന ഫംഗ്ഷന് എന്താണോ അതിൻ്റെ ഫംഗ്ഷൻ അതിന് വേണ്ടി മാത്രം ഫിറ്റ് ചെയ്യും. ഫിറ്റിംഗ് എന്ന് നമുക്കറിയാമല്ലോ, ഫിറ്റ്സ് ടു ദ ഫംഗ്ഷൻ, ഗോസ് അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന് വേണ്ടി മാത്രമുള്ള അതിന് പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും നേച്ചർ റീസൈക്കിൾ ചെയ്യുന്നതാണെങ്കിൽ നമ്മളും റീസൈക്കിൾ ചെയ്യണമെന്നുള്ള പ്രിൻസിപ്പിളിലേക്ക് നമ്മളെത്തി. പിന്നെ നേച്ചറിൽ എല്ലാം കോപ്പറേറ്റഡ് ആണ്, കോപ്പറേഷൻ അങ്ങോട്ടും കൊണ്ടുപോകണം. അപ്പം നമ്മുടെ കാര്യങ്ങളും ഈ ഇന്നോവേഷനായിട്ട് എല്ലാ എന്താ പറയുക കോപ്പറേഷൻ ഉണ്ടാവണം. പിന്നെ ബാങ്ക്സ് ഓൺ ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിൽ ഒരുപാട് ഡൈവേഴ്സ് ആയിരിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ നമ്മളും ഓരോ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്ത് വരുമ്പോൾ ഡൈവേഴ്സ് ആയിരിക്കണം. പിന്നെ ഡിമാൻഡ്സ് ലോക്കൽ എക്സ്പെർട്ടൈസ്. അപ്പം ആ ഒരു ലോക്കൽ എന്ന് വെച്ചാൽ എന്താണ്, അപ്പം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ആ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യു ആർ കൺഫൈനിങ് ടു ദ ഇപ്പം കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറഞ്ഞു വരുവാണല്ലോ ലോക്കൽ എന്ന് പറയുമ്പോൾ. ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് വേണ്ടുന്ന എക്സ്പെർട്ടൈസുകൾ നമ്മൾ കൊടുക്കണം ആ സാധനം ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ എക്സസ് ആയിരിക്കുന്ന കാര്യങ്ങൾ കേർബ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കേർബിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറയ്ക്കുക. ഒരിക്കലും എക്സസ് ആയിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല നേച്ചറിലെ ഓരോ കാര്യങ്ങളും ഇരിക്കുന്നത്. അതേപോലെ ഇന്നോവേഷൻസിലും ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റിലും നമ്മൾ എക്സസ് ആയിരിക്കുന്ന ഒരു കാര്യവും നമ്മൾ നിലനിർത്താതെ കൊണ്ടുവരുന്നു. ഇതൊക്കെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിറൈവ് ചെയ്തതാണ് ബയോമിമിക്രി വഴി, അല്ലെങ്കിൽ നേച്ചറിനെ ഒബ്സർവ് ചെയ്ത്. ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്സ് ദ പവർ ഓഫ് ലിമിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ലിമിറ്റിലുള്ള പവർ നമ്മൾ ടാപ്പ് ചെയ്യുന്ന വെച്ചാൽ യു യൂസ് ഇറ്റ് ഓർ യു വിൽ എക്സ്ട്രാക്ട് ദ പവർ വിത്തിൻ ദ ലിമിറ്റ്സ്. വിത്തിൻ ദ ലിമിറ്റ്സ് മാക്സിമം പവർ എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്ര ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ.